4 മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ട്. രാത്രി പൂരത്തിനിടയിലെ പോലീസിന്റെ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെയാണ് വെടിക്കെട്ടുൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകിയത്. വെടിക്കെട്ട് വൈകിപ്പിച്ചതിലൂടെ സർക്കാർ ബിജെപിക്ക് കുട പിടിച്ചു നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. രാത്രി പൂരത്തിനിടയിലെ പോലീസ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വച്ചത് എഴുന്നള്ളിപ്പിന് തടസ്സമായതായി തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചു. ഇതോടെ പഞ്ചവാദ്യക്കാർക്ക് വടക്കുംനാഥ ക്ഷേത്രം നടയ്ക്ക് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നതായും ആരോപണമുയർന്നു. വെടിക്കെട്ട് കാണാനെത്തിയവരെ കടത്തിവിടാതെ എല്ലാ വഴികളും പോലീസ് രാത്രി 11 മണിയോടെ അടച്ചതിന് പിന്നാലെ പൂരം നിർത്തിവെക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം പ്രഖ്യാപിച്ചു. മഠത്തിലെ വരവ് ഞങ്ങൾക്ക് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എല്ലാ ഭാഗവും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവർക്ക് പൂരം ആസ്വദിക്കാനുള്ള വഴിയൊരുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ അതൊന്നും ഇന്നുണ്ടായിട്ടില്ല. പോലീസ് ബാരിക്കേഡ് വച്ചത് പാറമേക്കാവിലമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പിനും തടസ്സമുണ്ടായി. മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും നടത്തിയ പ്രശ്നപരിഹാര ചർച്ചയിലാണ് വെടിക്കെട്ട് നടത്താൻ പിന്നീട് തിരുവമ്പാടി ദേവസ്വം തയ്യാറായത്. ഡിവൈഡറുകളിൽ ആളുകൾക്ക് കടത്തിവിടുന്നില്ല എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. നമുക്ക് പരിശോധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓരോന്നും മൈന്യൂട്ടായിട്ട് പരിശോധിക്കണ്ടേ. തൃശൂർ പൂരം വെടിക്കെട്ട് വൈകിപ്പിച്ചതിലൂടെ സർക്കാർ ബിജെപിക്ക് കുടപിടിച്ചു നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ബിജെപിക്ക് സർക്കാർ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത്? പോലീസിനെ ഇടപെടിച്ച് ബിജെപിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. വിവാദങ്ങൾ അവസാനിച്ച് രാവിലെ 7:40 ആദ്യം പാറമേക്കാവ് ദേവസ്വവും തുടർന്ന് തിരുവമ്പാടി ദേവസ്വവും വെടിക്കെട്ട് നടത്തി. വെടിക്കെട്ട് ആസ്വദിക്കാൻ ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് വിവിധയിടങ്ങളിൽ തടിച്ചുകൂടിയത്. മീഡിയ 1 തൃശൂർ.